ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് ദൈവത്തോട് ആലയം സംബന്ധിച്ചിട്ടുള്ളതായ ഒരു പ്രാർത്ഥന താൻ നടത്തുന്നതിൽ ഒരു വളരെ മനോഹരമായ ഒരു കാര്യം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 14-15 വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തോട് ദാവീദ് പറയുകയാണ്, കർത്താവേ, ഇതൊക്കെ ഞങ്ങൾ ദാനം ചെയ്യുവാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങൾ എന്തുമാത്രം. ഇതൊന്നും ഞങ്ങളുടെ വകയല്ല, ഞങ്ങൾ ചെയ്തതല്ല, എന്നാൽ ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് തന്നതേയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കായി ദൈവത്തിൻ്റെ ആത്മാവ് തന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ പലതും ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ, നീതിപ്രവൃത്തികൾ, സൽപ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ വ്യക്തിപരമായും സാമൂഹികമായിട്ടുമൊക്കെ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്, പറയാറുണ്ട്, സാക്ഷിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. എന്നാൽ നോക്കൂ, ഒരു മഹാനായ ദാവീദ് പറയുന്ന തൻ്റെ അനുഭവം, കർത്താവേ, ഞങ്ങൾ ഇതൊക്കെ നിനക്ക് തന്നത് ഞങ്ങളുടെ വകയല്ല, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഉള്ളതൊന്നും ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ദൈവസന്നിധിയിൽ അംഗീകരിക്കുന്ന യവനോ അവനെയാണ് സ്വർഗം നോക്കി സന്തോഷിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദാവീദ് അതിനുശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം. ദാവീദ് പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ ഈ ലോകത്തിലെ വാസം അല്പകാലം മാത്രമേ ഉള്ളൂ, അതൊരു നിഴൽ പോലെയുള്ളതാണ്. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു നിഴൽ പോലെയുള്ളതായ ഒരു ജീവിതത്തിൽ ഞങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളൊന്നും സുസ്ഥിരമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞ നന്മകളൊന്നും ഞങ്ങളുടെ സ്വന്തം പ്രവൃത്തിയല്ല, പക്ഷെങ്കിൽ ഞങ്ങളെ അത് ചെയ്യുവാൻ യോഗ്യരെന്ന് നീ എണ്ണി. അതാണ് വലിയ വിഷയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റുകൊള്ളേണ്ടതായ ഒരു വിഷയം, ദാവീദിനെ പോലെ ആടുകളെ നോക്കി നടക്കുന്നതായ ജോലിയിൽ നിന്ന്, മരുഭൂമിയിൽ നിന്ന്, പുൽപ്പുറങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു കൊണ്ടുവന്നു, നമ്മളെ പ്രാപ്തരാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്ന അനേക ലോകപരമായിട്ടാണെങ്കിലും ആത്മീകപരമായിട്ടാണെങ്കിലും ലോകത്തിലെ എന്തെങ്കിലും നീതിപ്രവൃത്തികൾ, നന്മകൾ, അനാഥർക്ക് വേണ്ടി, വിധവമാർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി ഒക്കെ ചെയ്യുവാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ നമ്മെ പ്രാപ്തരാക്കിയത് ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൊണ്ടുള്ളതായ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ല എങ്കിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നത് ദൈവത്തിന് തിരിച്ചു കൊടുത്തതുള്ളതാണെന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് അതിന്മേൽ നമുക്കൊരു പ്രതിഫലം തരുവാൻ കഴിയുകയുള്ളൂ. ദാവീദ് പറയുന്നതായ ഒരു അനുഭവം, താൻ പറയുന്നതായ ഒരു കാര്യം നോക്കൂ. നമ്മൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വെറും നിഴല് പോലെയാണ്. അതിനു മുമ്പ് താൻ പറയുകയാണ്, നമ്മുടെ ജീവിതം തികച്ചും നാം ഈ ഭൂമിയിൽ അതിഥികളാണ്, നമ്മൾ പരദേശികളാണ്. അതൊരു പുതിയ വാക്കാണ്. നമ്മൾ അന്യരും പരദേശികളും എന്നൊക്കെ സാധാരണ നമ്മൾ ഏറ്റുപറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പാടാറുണ്ട്, നമ്മൾ പ്രസംഗിക്കാറുണ്ട്. നമുക്കതൊക്കെ കാണാപ്പാട് നമുക്കറിയാം. പക്ഷേ ദാവീദ് ഇവിടെ പറയുന്നതായ ഒരു വാക്ക് നോക്കൂ, ഞങ്ങൾ ഇവിടെ അതിഥികളാണ്. സ്തോത്രം. എത്ര പേർക്ക് പറയാൻ കഴിയും? നമ്മുടെ സ്വന്തം ഭവനത്തിൽ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മളിവിടെ അതിഥികളാണ്. അതിഥികൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിഥികളുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. കാരണം 2-3 ദിവസത്തേക്കാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വേറൊരാളിൻ്റെ നന്മകളൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ഒന്നും സ്വന്തമല്ല. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക്, വീട്ടിലേക്ക്, സ്വന്തമായതിലേക്ക് പോകുവാൻ ഒരു ധൃതി പിടിക്കുന്നതായ ഒരു മാനസിക അവസ്ഥ ഒരു അതിഥിക്കുണ്ടാകും. ഒരു അതിഥി ഒരിടത്തും ചെന്ന് സ്ഥിരമായിട്ട് താമസിക്കുവാനല്ല, അവൻ അതിഥിയാണ്. അവൻ 2-3 ദിവസത്തെ കാഴ്ചക്കാരനായിട്ട്, അതിഥിയായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ അവിടുത്തെ നന്മകളൊക്കെ അനുഭവിക്കാൻ അങ്ങോട്ട് ചെന്നെന്ന് വിചാരിച്ച് അതൊന്നും അവൻ എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. അവിടുത്തെ നന്മകളൊന്നും അവന് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ഭൂമിയിലേക്ക് നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോവുകയുമില്ല, നിനക്കുള്ളതെല്ലാം ഈ ഭൂമിയിൽ ത്യജിച്ചു കളഞ്ഞിട്ട് വേണം പോകുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു മഹാകവിയായ
മേരി തോട്ടത്തിൽ ഒരു പദ്യം എഴുതിയിട്ടുള്ളത് പഴയകാല സ്കൂളിൽ പഠിച്ച പദ്യങ്ങളിൽ ഒന്നാണ്. ചിലർക്കൊക്കെ ഓർമ്മ കാണും. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. നോക്കൂ, നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, നമ്മൾ എത്ര വലിയവരാണെങ്കിലും ശരി, നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഈ അതിർത്തിയിൽ വെച്ച് നമുക്കത് ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മളെ അനുഗമിക്കുന്നതായ ഒരു വസ്തുതയുണ്ട്. അത് നമ്മുടെ പ്രവൃത്തിയാണ്. അതാണ് ആ ഹിന്ദു പുരാണങ്ങളിൽ ഒരു പദ്യമുണ്ട്. അർത്ഥഗ്രഹേ നിവർത്തന്തേ ശ്മശാനപുത്ര ബാന്ധവ സുഹൃത ദുഷ്കൃത ശൈവ ഗച്ഛന്ന മനുഗച്ഛതി എന്ന് പറഞ്ഞാൽ, നിന്റെ സ്വന്തം മിത്രാദികളെല്ലാം, നിന്റെ ബന്ധുക്കളും നിന്റെ സഹജീവികളും ഒക്കെ നിന്നെക്കുറിച്ച് പുകഴ്ത്തുന്നവരും പാടുന്നവരും നിന്നെ സ്നേഹിക്കുന്നവരുമെല്ലാം നിന്റെ കുഴിയിൽ ആ കുഴിയുടെ ഭാഗത്ത് വരെ മാത്രമേ വരികയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിന്നെ അനുഗമിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. നീ ജീവനോടിരുന്നപ്പോൾ ചെയ്ത സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും അവർ നിന്നെ കൊണ്ടുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ ഒരു വചനമുണ്ട്. ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവൻ ന്യായാസനങ്ങളുടെ മുൻപിൽ എത്തേണ്ടതാകുന്നു. ദാവീദ് ഇവിടെ പറയുന്നതായ ഭാഗങ്ങളൊന്ന് നോക്കൂ. നമ്മൾ ഈ ഭൂമിയിൽ നിഴലാണ്. എന്താണ് നിഴൽ? നിഴൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശത്തിന് അഭിമുഖമായി പിടിക്കുന്നതായ ഒരു മാധ്യമത്തെ അല്ലെങ്കിൽ ഒരു വസ്തുതയ്ക്ക് അനുരൂപമായി ലഭിക്കുന്നതായ ഒരു കാഴ്ച, ഒരു നിഴൽ, ഒരു ഇരുള്. ആ നിഴലിന്റെ നിറം എന്ന് പറയുന്നത് ഇരുളാണ്, ഇരുട്ടാണ്, ഡാർക്ക്, ബ്ലാക്ക്. അതിന് വേറെ നിറഭേദങ്ങളൊന്നും കൊടുക്കുവാൻ കഴിയില്ല. എത്ര മനോഹരമായ ഒരു വസ്തുവാണെങ്കിലും ശരി, ഒരു പ്രകാശത്തിന് അഭിമുഖമായി നിങ്ങൾ പിടിച്ചു നോക്കൂ, അതിന് കിട്ടുന്നതായ നിഴലിന്റെ കളർ ബ്ലാക്കാണ്. ബ്ലാക്ക് മാത്രമേ അതിന് കൊടുക്കുകയുള്ളൂ. കാരണം ഈ പ്രകാശത്തിന്റെ അങ്ങേപ്പുറത്ത് ഈ പ്രകാശം മാറിക്കഴിഞ്ഞാൽ ഈ കളറാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ് അതിൽ നിന്ന് തരുന്നത്. ഒരു നിഴലുകളും കളറുള്ള നിഴലില്ല. ഒരിക്കലും ഒരു നിഴലിനെ കളർ ചെയ്യാൻ ഒക്കത്തില്ല. നാച്ചുറലായിട്ട് നമ്മളൊരു പടം വരയ്ക്കുമ്പോൾ ആ നിഴലിന് വേണമെങ്കിൽ ഒരു കളർ ഏതെങ്കിലും ഒരു ചായം പൂശുവാൻ കഴിയും. പക്ഷെങ്കിൽ നാച്ചുറലായിട്ട് ഒരു പ്രകാശത്തിന് മുൻപിൽ ഒരു വസ്തുവിനെ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കൈ കാട്ടിയാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതായ ആ നിഴൽ എന്ന് പറയുന്നത് എപ്പോഴും അത് ഇരുളായിരിക്കും. എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അർത്ഥത്തിൽ നിഴൽ ജീവിതം ഇരുളായ ജീവിതമാണ്. എന്നാൽ ഈ ഇരുളായ ജീവിതം മാറിയതിന് ശേഷം അതിഥികൾ അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ലഭിക്കുന്നത് അറിയാം? അവർ പ്രകാശിക്കുന്ന പ്രകാശഗോളങ്ങളായി, നക്ഷത്രങ്ങളായി മാറും. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതം നമുക്ക് തരുന്ന പ്രത്യാശപരമായിട്ടുള്ള ഒരു സന്ദേശം. ഈ സന്ദേശം നമുക്ക് ലോകത്തിൽ ഒരിടത്തും കിട്ടത്തില്ല. ഈ സന്ദേശവും ആനന്ദവും, ആ സന്ദേശം വെറും പോഴ്വാക്കല്ല പറയുന്നത്. ആ പോഴ്വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ടുവരികയില്ല, പ്രത്യാശ കൊണ്ടുവരികയില്ല. എന്നാൽ യാഥാർത്ഥ്യമായ ചില ദൈവിക ജ്ഞാനങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിലുള്ളതായ ആത്മാവ് അത് കേട്ട് സന്തോഷിക്കും. യേസ്, ഇതാണ് സത്യം, ഇതാണ് ജ്ഞാനം, ഇതാണ് എൻ്റെ രക്ഷയ്ക്കായിട്ടുളവാകുന്നത് എന്നുള്ളതായ ഒരു വലിയ ശബ്ദം, ദൈവിക ശബ്ദം പോലെ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കുമ്പോൾ ദാവീദ് അങ്ങ് സന്തോഷിച്ചു. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ജീവിതം അല്പകാലം ഞങ്ങൾ ഇവിടെ അതിഥികളാണ്, ഞങ്ങൾ ഇവിടെ പരദേശികളാണ്. പക്ഷെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇവിടെ നിഴലാണെങ്കിലും ഈ നിഴൽ മാറി ഞങ്ങൾ പ്രകാശമുള്ളവരായിട്ട് മാറും. എങ്ങനെയാണ് മനുഷ്യൻ പ്രകാശമുള്ളവരായിട്ട് മാറുന്നത്? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചത്തിന്റെ ആ അടിത്തട്ടിലേക്ക് വരുവാണ്. ആ സത്യ വെളിച്ചവുമായിട്ടുള്ളതായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ ഏത് മനുഷ്യനെയും, അത് ലോകത്തിലുള്ള ദാവീദിനെ മാത്രമല്ല, ഈ നമ്മൾ സംസാരിക്കുന്ന നമ്മളെയൊക്കെയും കേൾക്കുന്നവരെയൊക്കെയും പ്രകാശങ്ങളാക്കി മാറ്റുന്നതായ, പ്രകാശഗോളങ്ങളാക്കി മാറ്റുന്നതായ ഒരു നാളെ, വേറൊരു ലോകം അത് നമ്മുടെ സ്വന്തമാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയാൻ, തിമോത്തിയോസേ, ഞാൻ എൻ്റെ ഓട്ടം വെറുതെയല്ല ഓടുന്നത്, ഞാൻ ഒന്നറിയുന്നു, എൻ്റെ ഉപനിധി ആ ദിവസം വരെ അവൻ കാത്തു സൂക്ഷിക്കുവാൻ ശക്തനാണ്. എന്താണ് ആ ഉപനിധി എന്നറിയാമോ? നിഴലായിട്ടുള്ള, ഡാർക്കായിട്ടുള്ള എൻ്റെ ജീവിതം മാറ്റി പ്രകാശമുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അതെൻ്റെ സ്വന്തമാണ്. ഇവിടെ ഞാൻ അതിഥിയാണ്.
അവിടെ തന്റെ സ്വന്തമാണ്. അതെനിക്ക് സ്വന്തമായിട്ട് തന്നിരിക്കുക. എന്തിനാണ് സ്വന്തമായിട്ട് തന്നിരിക്കുന്നത് അറിയാമോ? ഞാൻ ചെയ്തതെല്ലാം എനിക്ക് അത് പ്രതിഫലമായി കർത്താവ് തരുന്നു. എന്താണ് പ്രതിഫലമായിട്ട് തരുന്നത്? കർത്താവ് തന്നതിനെ ഞാൻ വിശ്വസ്തയോടെ ഉപയോഗിച്ചു എന്നുള്ളതായ ഒരു സർട്ടിഫിക്കറ്റ്. അതാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ഉപമ നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്താണെന്ന് പറയാം? ഒരു മനുഷ്യൻ, ധനികനായ ഒരു മനുഷ്യൻ, അവൻ പരദേശത്തേക്ക് പോകുന്നു. അവൻ പോകുമ്പോൾ അവൻ ദാസന്മാരെ വിളിച്ച് അവന്റെ സ്വത്തുക്കളെല്ലാം വീതിച്ചു കൊടുക്കുന്നു. അത് വീതിച്ചു കൊടുത്ത് അത് 10 താലന്ത് കൊടുത്തവൻ 100 താലന്ത്, 50, 30, 1 താലന്ത് വരെ കണക്ക് പറയുന്നു. 1 താലന്ത് കിട്ടിയവൻ എന്തെന്നറിയാമോ? ഈ നിഴലിന്റെ ഭാഗം നോക്കി കുഴിച്ചിട്ടു. ഇരുളിൽ അവൻ നിഴലിന് അടിമയായി. എന്നാൽ വേറെ ചിലരുണ്ടല്ലോ, ആ നിഴലിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ്. അവർ അതിനെ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി, അതിനെ വ്യാപാരം ചെയ്തു, അതിനെ വേറൊരു സംഖ്യയാക്കി യജമാനന്റെ കയ്യിൽ കൊണ്ടുവന്നു. അവരെ വിശ്വസ്തരെന്ന് ദൈവം എണ്ണി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മളിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും വീണ്ടെടുപ്പിനായിട്ടുള്ളതായ ഒരു വചനമാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ദേഹിക്ക് ഒരു ഉത്സാഹമുണ്ടാകും. വീണ്ടും കേൾക്കണം, എനിക്കൊന്നുകൂടെ ഗ്രഹിക്കണം. എന്താണെന്നറിയാമോ? ആ ദേഹി നമുക്കൊരു ഉത്സാഹം തരും. അതെന്റെ രക്ഷയ്ക്കായിട്ടുള്ളതാണ്. ദാവീദ് പറയുന്ന അനുഭവം നോക്കൂ. അതെന്റെ സ്വന്തമല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ചെയ്തതൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങളെ അതിന് പ്രാപ്തരാക്കിയത് ദൈവത്തിന്റെ കൃപയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതൽ, അനേക നന്മകൾ നീ ലോകത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അനേകരെ രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവന്നിരിക്കാം. അനേകരെ നീ ഉണ്ണുവാനും കുടുക്കുവാനും നീ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അനേക നീതി പ്രവൃത്തികൾ ദൈവത്തിന്റെ നാമത്തിൽ നീ പലയിടങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, അതൊന്നും നിന്റേതല്ല, ദൈവം നിന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണ്. ആ ദൈവം നിന്നെ ഏൽപ്പിച്ചതാണെന്നുള്ളതായ ഒരു ബോധം നിന്നിൽ വരുമ്പോൾ ആ ദൈവത്തിന് തിരികെ കൊടുത്തതിനെ കുറിച്ച് നിന്റെ ഹൃദയത്തിൽ എണ്ണമുണ്ടാകുകയില്ല. കാരണം ദൈവം തന്നതാണ്, ദൈവത്തിന് തിരിച്ചു കൊടുത്തതാണ്. ദൈവമാണ് നമുക്ക് ആരോഗ്യം തരുന്നത്, ദൈവമാണ് ജ്ഞാനം തരുന്നത്, ബുദ്ധി തരുന്നത്, ബലം തരുന്നത്, കൃപ തരുന്നത്, അഭിഷേകം തരുന്നത്, സൗന്ദര്യം തരുന്നത്, എല്ലാം ദൈവമാണ് തരുന്നത്. ആ ദൈവത്തിലേക്ക് അത് തിരികെ കൊടുക്കുമ്പോൾ നമ്മുടെ നിഴലിൽ നിന്ന് മാറി നാം സ്വയം പ്രകാശിക്കുന്ന പ്രകാശഗോളങ്ങളായിട്ട് മാറുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. അവിടെ നിത്യരാജ്യത്തിൽ ചന്ദ്രന്റെ ആവശ്യമില്ല, സൂര്യന്റെ ആവശ്യമില്ല, നക്ഷത്രങ്ങളും ആവശ്യമില്ല. നിങ്ങൾ തന്നെ നക്ഷത്രങ്ങളായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നക്ഷത്രങ്ങളായി നമ്മൾ മാറുമ്പോൾ അതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, അതാണ് ജീവിതത്തിന്റെ സ്വദേശം. നമ്മൾ അവിടെ അതിഥിയല്ല, നമ്മുടെ സ്വന്തം അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം ശ്രവിച്ച ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിഴലാട്ടങ്ങൾ മാറി യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകളുടെ ആ പ്രതിഫലം നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ യോഗ്യതയുള്ള ആ പ്രകാശഗോളങ്ങളായി നിങ്ങൾ മാറുമ്പോൾ അത് ഭൂമിയിലുള്ളവർക്ക്, മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു സന്തോഷത്തിന്റെ വാർത്തയാകും. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്ദേശം നിങ്ങളുടെ സ്വായത്തമാക്കി എടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രകാശം നൽകുന്നതായ വ്യക്തിത്വമായി മാറും. ഈ സത്യത്തിന്റെ അനുഭവത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം നിന്നെ നയിക്കുമാറാകട്ടെ. നിന്റെ ആരോഗ്യവും ബലവും സൗഖ്യവും ജ്ഞാനവും കൃപകളും സമ്പത്തും ധാനുകളും ജോലിയും വേലയും കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാം ദൈവത്താണ് തന്നത്. അത് ദൈവത്തിലേക്ക് തിരികെ കൊടുക്കുവാനുള്ളതായ ഒരു സന്മനസ്, ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിക്കുവാനുള്ളതായ ഒരു സന്മനസ്, അത് കൃപയുള്ളവർക്ക് മാത്രം, അഭിഷേകമുള്ളവർക്ക് മാത്രം, വെളിപ്പാടുള്ളവർക്ക് മാത്രം ലഭ്യമാകുന്ന സന്തോഷമാകുന്നു. ദൈവം അതിന് നിന്നെ യോഗ്യനാകട്ടെ. ഗോഡ് ബ്ലെസ് യു.